So today we are going to discuss about letter writing, IELTS writing task 1. IELTS General ടാസ്ക് 1 എന്ന് പറയുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. പ്രധാനമായും 3 വിധത്തിലുള്ള ലെറ്റർ ആണ് ഉള്ളത്. ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ, സെമി ഫോർമൽ ലെറ്റർ. ഏത് ലെറ്റർ എഴുതുവാണെങ്കിലും മിനിമം 150 വേർഡിനുള്ളിലാണ് എഴുതി പൂർത്തിയാക്കേണ്ടത്. 20 മിനിറ്റ് ആണ് അലോട്ടഡ് ടൈം എന്ന് പറയുന്നത്. റൈറ്റിംഗ് ടാസ്കിൽ പ്രധാനമായിട്ടും ടാസ്ക് 1 ലെറ്ററും അതേപോലെ തന്നെ ടാസ്ക് 2 എസ്സേയും കൂടെ ആയിരിക്കും. എസ്സേ വരുന്നത് 250 വേർഡ്സിലാണ് എസ്സേ എഴുതേണ്ടത്. അതേപോലെ അതിലേക്ക് അലോട്ടായിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 40 മിനിറ്റ്. സോ രണ്ടും പാടെ ചേരുമ്പോൾ 1 മണിക്കൂറാണ് റൈറ്റിംഗ് ടൈം ഉണ്ടാവുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മിക്കവാറും റൈറ്റിംഗ് ടാസ്ക് 1 കുറിച്ചായിരിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടാസ്ക് നമ്പർ 1 ലെറ്റർ റൈറ്റിംഗ് ആണ്, ജനറൽ വിഭാഗത്തിൽ. ഇതിനകത്ത് 3 ടൈപ്പ് ഓഫ് ലെറ്റർ ആണ് ഉള്ളത്: ഇൻഫോർമൽ ലെറ്റർ, ഫോർമൽ ലെറ്റർ ആൻഡ് സെമി ഫോർമൽ ലെറ്റർ. Informal letter is to the people you know well, writing in personal chatty style. അതാണ് ഇൻഫോർമൽ ലെറ്ററിന്റെ സ്വഭാവം. ഒന്ന്, നമ്മൾ പേഴ്സണലി ഉള്ള ഒരു ലെറ്ററാണ്. അതൊരു നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ, ദാറ്റ് മീൻസ് കോൺവെർസേഷൻ ചെയ്യുന്ന പോലെ ഒരു ചാറ്റി സ്റ്റൈലിലാണ് ആ ലെറ്ററിനെ നമ്മൾ പൂർത്തിയാക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് ഇൻഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി ടു ദ മാനേജർ, ഒഫീഷ്യൽസ് എക്സെട്ര, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എഴുതുന്ന ലെറ്ററാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് റൈറ്റിംഗ് ഇൻ എ വെരി പൊളൈറ്റ് മാനർ. അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ഹാവ് ടു ഫോക്കസ് ഓൺ ദ ഫോർമൽ സ്റ്റൈൽ ടു. നേരത്തെ ചാറ്റി സ്റ്റൈലിലാണ് ഇൻഫോർമൽ ലെറ്റർ, എന്നാൽ ഫോർമൽ ലെറ്റർ എഴുതേണ്ടത് ഫോർമൽ സ്റ്റൈലിലാണ് എഴുതേണ്ടത്. സർവ്വവിധ റെസ്പെക്റ്റും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഫോർമൽ ലെറ്റർ നമ്മൾ പൂർത്തിയാക്കേണ്ടത്. ഓക്കെ. മൂന്നാമത് വരുന്നത് സെമി ഫോർമൽ ലെറ്റർ ആണ്. സെമി ഫോർമൽ ലെറ്റർ നമുക്ക് അറിയാവുന്ന ഒരാൾ ഒരു വലിയ പൊസിഷനിൽ ഉണ്ടായിരിക്കെ അവർക്ക് എഴുതുന്ന ലെറ്ററിനെയാണ് സെമി ഫോർമൽ ലെറ്റർ. ദാറ്റ് മീൻസ് ചാറ്റി സ്റ്റൈലും ഫോർമൽ സ്റ്റൈലും മിക്സ് ആയിക്കൊണ്ട് എഴുതുന്ന ഒരു ഫോർമാറ്റാണ് സെമി ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ടു ദ പീപ്പിൾ do not know well, or the people you know but you want, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ അല്ലെങ്കിൽ നിങ്ങളെ പെൻ ഫ്രണ്ട്, പേരൻസ്, ദാറ്റ് മീൻസ് അച്ഛനും അമ്മ, അതേപോലെ നമ്മളെ മുതിർന്ന ആളുകൾ, അതേപോലെ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട് ഉടമസ്ഥൻ, ഇങ്ങനത്തെ ആളുകളാണ് സെമി ഫോർമൽ ലെറ്ററിന്റെ കാറ്റഗറിയിൽ വരുന്നത്. വി ഹാവ് ടു എൻഷുർ ദ റെസ്പെക്ട്ഫുൾ സ്റ്റൈൽ, അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു മെയിൻറ്റെയിൻ ദ പൊളൈറ്റ് വേ ഓഫ് എക്സ്പ്രസിങ് അവർ ഐഡിയാസ് ടു. ഇത് രണ്ടും മിക്സ് ആയിക്കൊണ്ടായിരിക്കണം നമ്മൾ അവരിൽ എഴുതേണ്ടത്. മിക്കവാറും അതൊരു ഫോർമൽ സ്റ്റൈലാണ്. വളരെ അപൂർവമായിട്ടാണ് ഇൻഫോർമൽ വേർഡുകൾ അവിടെ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫോർമലിന്റെ വേർഡ്, അവിടെ വരുന്ന വേർഡ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യും. ഇനി നമുക്ക് പറയാനുള്ളത് അസസ്മെന്റ് ക്രൈറ്റീരിയ ഓഫ് ദ ലെറ്റർ ആണ്. ഈ ലെറ്റർ റൈറ്റിംഗിൽ പ്രധാനമായിട്ടും 4 അസസ്മെന്റ് ക്രൈറ്റീരിയ ആണ് ഉള്ളത്. ഈ അസസ്മെന്റ് ക്രൈറ്റീരിയയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം അവിടെ വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാർക്ക് കുറയാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് കാര്യം. എന്തൊക്കെയാണ് അസസ്മെന്റ് ക്രൈറ്റീരിയ? ഒന്നാമത്തെ അസസ്മെന്റ് ക്രൈറ്റീരിയ, ദ പേർപ്പസ് ഓഫ് ദ ലെറ്റർ. ഈ ലെറ്ററിന്റെ പേർപ്പസ് എന്താണ് എന്ന് ആദ്യമേ നമ്മൾ ഈ ലെറ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അത് വന്നിട്ടില്ല എങ്കിൽ മാർക്ക് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ രണ്ടാമത് ടോൺ ഓഫ് ദ ലെറ്റർ ആണ്. ടോൺ ഓഫ് ദ ലെറ്റർ എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഫോർമൽ ലെറ്ററിന് വേണ്ടത് ഒരു ചാറ്റി സ്റ്റൈലാണ്, ഫോർമൽ ലെറ്ററിന് വേണ്ടത് ഒരു പൊളൈറ്റ് ഫോർമൽ സ്റ്റൈലാണ് വേണ്ടത്. എന്നാൽ സെമി ഫോർമൽ ലെറ്ററിന് വേണ്ടതോ പിന്നെ രണ്ടും പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു റെസ്പെക്ട്ഫുൾ അറ്റ് ദ സെയിം ടൈം ചാറ്റി സ്റ്റൈലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റാണ് സെമി ഫോർമൽ ലെറ്ററിന് വേണ്ടത്. സ്വാഭാവികമായിട്ട് നമ്മൾ പാരൻസിന് എഴുതുന്നതാണ് വല്ലാണ്ട് മസിൽ പിടിച്ച് എഴുതേണ്ട, വല്ലാണ്ട് റെസ്പെക്റ്റ് കാണിക്കേണ്ട
ഒരു പിന്നെ ആവശ്യകത അവിടെ ഇല്ല ആ ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ടോൺ ഓഫ് ദ ലെറ്റർ. ഈ ടോൺ അവിടെ എക്സ്പോസ് ആവുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോൺ ഓഫ് ദ ലെറ്ററിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാറുള്ളത്. ഇനി മൂന്നാമതായിട്ട് വേണ്ടത് ബുള്ളറ്റ് പോയിന്റ്സ് ആണ്. സാധാരണഗതിയിൽ സ്പീക്കിങ്ങിനാവട്ടെ നമുക്ക് ബുള്ളറ്റ് പോയിന്റ്സുകൾ ഉണ്ടല്ലോ. യു ഹാവ് ടു സ്പീക്ക്, അല്ലെങ്കിൽ യു ഷുഡ് സേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 4 ബുള്ളറ്റ് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ടാവും. സ്പീക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ ബുള്ളറ്റ് പോയിന്റ്സ് നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളൊരു 2 മിനിറ്റ് ഒരു ടോക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം. ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ IELTSന്റെ ലെറ്റർ റൈറ്റിങ്ങിൽ അവിടെ ഒരു സിറ്റുവേഷൻ തന്നിട്ടുണ്ടാകും. ആ സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന ഒരു സാഹചര്യം കൂടെ അവിടെയുണ്ട്. ആ സിറ്റുവേഷനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലാവുണ്ടോ? ആ ബുള്ളറ്റ് പോയിന്റ്സുകൾ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതാണ്. ആ ബുള്ളറ്റ് പോയിന്റ്സുകൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട അസസ്മെന്റ് ക്രൈറ്റീരിയയിൽ പെടുന്ന ഭാഗം കൂടെ ആണ്. മൂന്നാമതായിട്ട് വരുന്നത് ഫോർമാറ്റ് ഓഫ് ദ ലെറ്റർ ആണ്. ഫോർമാറ്റ് ഓഫ് ദ ലെറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഫോർമാറ്റ് ഉണ്ട്. എസ് എഴുതുന്നതിൽ ഫോർമാറ്റ് ഉണ്ട്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി പാരഗ്രാഫ് 1 വേണം, ബോഡി പാരഗ്രാഫ് 2 വേണം, ഇനി ആവശ്യമെങ്കിൽ ബോഡി പാരഗ്രാഫ് 3 വേണം, എന്നിട്ട് കൺക്ലൂഷൻ വേണം. ദിസ് ഇസ് ദ ബേസിക് ഫോർമാറ്റ് ഓഫ് എൻ എസ് എ. ഇനി നമുക്കത് ലെറ്ററിലേക്ക് വരുവാണെങ്കിൽ അതിനും ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ കൃത്യമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കുന്ന ആ ഫോർമാറ്റ് നിങ്ങൾ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടോ, അഡ്രസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ലെറ്ററിൽ എന്നുള്ളത് നല്ലപോലെ പരിശോധിക്കുന്നതാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഈ 4 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ പോലും തീർച്ചയായിട്ടും നമുക്ക് മാർക്ക് കുറയാനുള്ള സാധ്യത അധികമാണ് എന്നുള്ളതാണ് കാര്യം. അപ്പം 4 പ്രധാനപ്പെട്ട അസസ്മെന്റ് ക്രൈറ്റീരിയ ആണ് ഉള്ളത്. ഒന്ന്, പർപ്പസ് ഓഫ് ദ ലെറ്റർ. സെക്കൻഡ്, ദ ടോൺ ഓഫ് ദ ലെറ്റർ. തേർഡ്, ബുള്ളറ്റ് പോയിന്റ്സ്. ആൻഡ് ഫോർത്ത്, ദ ഫോർമാറ്റ് ഓഫ് ദ ലെറ്റർ. അപ്രോപ്രിയേറ്റ് ഫോർമാറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അസസ്മെന്റ് ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ലെറ്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെറ്റർ വാലിഡ് ആണ്. അസസ്മെന്റ് ക്രൈറ്റീരിയ ശ്രദ്ധിക്കാതെ നമ്മൾ പിന്നെ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അസസ്മെന്റ് ക്രൈറ്റീരിയയിലൂടെ തന്നെയാണ് നമ്മൾ ഫോർമാറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞത് പേർപ്പസ് ഓഫ് ദ ലെറ്റർ ആണ്. ഒരുപാട് പേർപ്പസ് ഉണ്ട്. ഫോർമൽ, ഇൻഫോർമൽ. ഇതാണല്ലോ പ്രധാനമായിട്ടും 2 ടൈപ്പ് ഓഫ് ലെറ്റർ എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഉണ്ട്. സെമി ഫോർമൽ പോലും നമ്മൾ ഫോർമൽ രൂപത്തിലാണ് എഴുതുക, ഒരു ചെറിയ രൂപത്തിൽ എഴുതുക എന്നുള്ളതാണ്. ചെറിയൊരു ടച്ചിങ് മാത്രമേ ഇൻഫോർമലായിട്ട് ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ്. എങ്കിലും ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്ററിന് ഏകദേശം ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പേർപ്പസ് ആയിട്ട് ഉണ്ടാവുക. ഒന്നാമത്തെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് കംപ്ലെയിൻ ആണ്. കംപ്ലെയിൻ എഴുതുന്നതിലേക്കുള്ള പേർപ്പസ്. അതൊരു പക്ഷേ പേഴ്സണലി ആവാം, ബിസിനസ് കംപ്ലെയിൻസ് ആവാം, റീസെന്റ് എക്സ്പീരിയൻസ് ആവാം, പ്രോഡക്റ്റ് ഫീഡ്ബാക്ക് ആവാം, കംപ്ലൈന്റ് ആവാം. ഇതൊക്കെയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പിന്നെ ലെറ്റർ ഓഫ് റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റിംഗ് ഫോർ റീഫണ്ട്, റിക്വസ്റ്റിംഗ് ഫോർ റിപ്പയറിംഗ്, റിക്വസ്റ്റിംഗ് ഫോർ അഡ്വൈസ്, റിക്വസ്റ്റിംഗ് ഫോർ റിസർവേഷൻ. ഇതൊക്കെ എന്താണ് ഫോർമൽ ലെറ്ററിന്റെ മറ്റൊരു രണ്ടാമത്തെ പർപ്പസ് ആണ്. മൂന്നാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ഫോർ എൻക്വയറി ആണ്. എൻക്വയറി എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ എൻക്വയറി ഉണ്ട്, ബുക്കിംഗ് എൻക്വയറിയും ഉണ്ട്. പിന്നെ വരുന്നത് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണ്. റെക്കമെൻഡേഷൻ ടു ദ ജോബ്, റെക്കമെൻഡേഷൻ ടു ദ കോളേജ് എന്നും വേണമെങ്കിൽ പറയാം. പിന്നെ വരുന്നത് ലെറ്റർ ഓഫ് സജഷൻ ആണ്. സജഷൻ പറയാൻ വേണ്ടിയിട്ടുള്ള പേർപ്പസും ഉണ്ട് അവിടെ. സജഷൻ എന്ന് പറയുമ്പം ഐഡിയ സജസ്റ്റ് ചെയ്യുന്നതാവാം, പ്ലാന് സജസ്റ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുന്നതാവാം. ഇത്രയും കാര്യങ്ങളാണ് ഫോർമൽ ലെറ്ററിൽ ഉള്ളത്. ഒന്ന് കംപ്ലൈൻറ്റ് ലെറ്റർ ആണ്. കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള പേർപ്പസ് ആണ്, റിക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള പേർപ്പസ് ആണ്, എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള പേർപ്പസ് ആണ്, റെക്കമെൻഡേഷന് വേണ്ടിയിട്ടുള്ള പേർപ്പസ് ആണ്, പിന്നെ സജഷൻ ചെയ്യാനുള്ള പേർപ്പസ് ആണ്. ഇത്രയും പേർപ്പസുകളാണ് ഫോർമൽ ലെറ്ററിനുള്ളത്. എന്നാൽ ഇൻഫോർമൽ ലെറ്ററിനെ സംബന്ധിച്ചിടത്തോളം ലെറ്റർ ഓഫ് ഇൻവിറ്റേഷൻ വരുന്നുണ്ട്, ലെറ്റർ ഓഫ് റിക്വസ്റ്റ് വരുന്നുണ്ട്, ലെറ്റർ ഓഫ് താങ്കിങ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ലെറ്റർ ഓഫ് സജഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇൻഫോർമൽ ലെറ്ററിലെ പർപ്പസ് എന്ന് പറയുന്നത്. ഈ പർപ്പസുകൾ എല്ലാം ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഏതെങ്കിലും ഒന്നൊക്കെ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ആ പർപ്പസ് നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഈ പർപ്പസ് നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു ഫോർമൽ ലെറ്ററിലാണ് നമ്മൾ പർപ്പസ് എഴുതുന്നത് എങ്കിൽ ഐ ആം റൈറ്റിംഗ്
I am writing to express my dissatisfaction with the product I have purchased recently and to request a full refund. അത് ഫോമൽ ലെറ്ററിലെ ഒരു പർപ്പസാണ്. അത് ആദ്യം എഴുതിയിരിക്കണം. പർപ്പസാണ് ആദ്യത്തെ ഫോർമാറ്റിൽ വരുന്നത്. രണ്ടാമത് ഇൻഫോമൽ ലെറ്ററിൽ എങ്ങനെ പർപ്പസ് വരിക? അവിടെ നമ്മൾ എഴുതുമ്പോൾ ഡിയർ ജോൺ, I was so pleased to hear that you are planning to visit my country. So I am writing to give you some traveling tips and advice before you book your trip. ഇവിടെ രണ്ട് വ്യത്യാസങ്ങളാണ് ഉള്ളത്. ഒന്ന് I am എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോമൽ ലെറ്ററിൽ I am എന്നാണ് പറഞ്ഞിരിക്കുന്നത്. I am എന്ന് തന്നെ ഇതിന് അവിടെ ഷോർട്ട് ഫോംസ് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ഇൻഫോമൽ ലെറ്ററിൽ എഴുതുന്ന സമയത്ത് I എന്ന് എഴുതിയിട്ട് പിന്നെ അപ്പോസ്ട്രഫി ഇട്ട് എം ഇട്ട് ഷോർട്ടാക്കിയിട്ട് എഴുതുകയും ചെയ്യണം. അത്രയും ഡിഫറൻസ് അവിടെ വരും. ഒരുപാട് ഡിഫറൻസ് ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് പറഞ്ഞു മാത്രം. ഇവിടെ ഷോർട്ട് ഫോംസ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇൻഫോമൽ ലെറ്ററിന്റെ പ്രത്യേകത. അതേപോലെ തന്നെ ഇപ്പോൾ ഫാൻ ബോയ്സ് കൺജങ്ഷൻ ഉണ്ട്. ഫാൻ ബോയ്സ് കൺജങ്ഷൻ എഫ് സ്റ്റാൻഡ്സ് ഫോർ A stands for and, N stands for nor, B stands for but, O stands for or, Y stands for yet, S stands for so. അപ്പം ഇതാണ് ഫാൻ ബോയ്സ് കൺജങ്ഷൻ. ഇതിനെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നാണ് പറയുക. ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ സാധാരണഗതിയിൽ IELTSന്റെ ഒരു ഇൻഫോമൽ ലെറ്ററിലോ ഫോമൽ ലെറ്ററിലോ അല്ലെങ്കിൽ എസ്സേയിലോ പിന്നെ ഫാൻ ബോയ്സ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസ് തുടങ്ങാൻ പാടില്ല. എന്നാൽ ഇൻഫോമൽ ലെറ്ററിൽ നമുക്കതാവാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഇൻഫോമൽ ലെറ്ററിന്റെ ഒരു വ്യത്യാസം. അപ്പൊ സോ വെച്ചുകൊണ്ട് ബട്ട് വെച്ചുകൊണ്ടൊക്കെ സെന്റൻസ് തുടങ്ങാം. ഇനി ടോൺ ഓഫ് ദ ലെറ്റർ, അതും ടോൺ ഓഫ് ദ ലെറ്ററിൽ പെടുന്ന തന്നെയാണ് കേട്ടോ. ഇപ്പൊ ടോൺ ഓഫ് ദ ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ലെറ്റർ തുടങ്ങുന്നില്ല. ഇപ്പൊ ഇൻഫോമൽ ലെറ്ററിലാണ് തുടങ്ങുന്നത് വെച്ചാൽ ഡിയർ സർ ഓർ മാഡം എന്നർത്ഥത്തിലാണ് നമ്മൾ ആ ലെറ്ററിന്റെ എന്താണ് സല്യൂട്ടേഷൻ മെസ്സേജ് നമ്മൾ തുടങ്ങേണ്ടത്. ഡിയർ സർ ഓർ മാഡം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. അത് ഫോമൽ ലെറ്ററിൽ. എന്നാൽ ഇൻഫോമൽ ലെറ്റർ ആവുന്ന സമയത്ത് ഡിയർ ഡാഡ്, ഡിയർ മോം, ഡിയർ രാഘവ്, ഡിയർ പീറ്റർ, ഡിയർ ടോം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പേര് വിളിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻഫോമൽ ലെറ്ററിൽ തുടങ്ങേണ്ടത്. ഡിയർ ഡാഡ്, ഡിയർ മോം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഡിയർ പ്രിൻസിപ്പൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെമി ഫോമൽ ലെറ്റർ ആണെങ്കിൽ അതും തുടങ്ങേണ്ടത് കേട്ടോ. ഫോമൽ ലെറ്ററിന്റെ ടോൺ എന്ന് പറയുന്നത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ടോൺ ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ലാംഗ്വേജ് എപ്പോഴും പാസീവ് സ്റ്റൈലായിരിക്കും ഉണ്ടാവുക. പാസീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പാസ്റ്റ് പാർട്ട് ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർത്തുകൊണ്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു അവൈലബിൾ ഓൺ ദാറ്റ് ഇവന്റ്, അങ്ങനെ പറയുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ദ ബ്രോക്കൺ ലൈറ്റ് നീഡ്സ് ടു ബി ഫിക്സ്ഡ് ടു എൻഷുർ ദാറ്റ് ദ കസ്റ്റമർ ഹൂ യൂസ് ദീസ് ഫെസിലിറ്റീസ് ഹാവ് ആൻ അഡ്യൂക്കേറ്റ് വിസിബിലിറ്റി ഓവർ ദ സറൗണ്ടിങ്. അത്ര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് നമ്മൾ ഒരു കംപ്ലൈൻറ്റ് പറയുന്നത്. എന്ന് വെച്ചാൽ ബൾബ് പൊട്ടിയിട്ടുണ്ട്, അതൊന്ന് റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ആർക്കെങ്കിലും ആക്സിഡന്റ് പറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി അത് തന്നെ ഇൻഫോമൽ ലെറ്ററിലേക്ക് വരുന്ന സമയത്ത് കോൺവെർസേഷണൽ ടൈപ്പിലാണ് അഥവാ ചാറ്റി സ്റ്റൈലിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ചാറ്റി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഹേ ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ തന്നെ തുടങ്ങുക. ഓക്കെ, ഹോപ്പ് യു ആർ ഫിറ്റ് ആൻഡ് ഫൈൻ, അങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മളവിടെ തുടങ്ങേണ്ടത്. പിന്നെ അതിൽ വളരെ ലളിതമായി ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ആ കാര്യം നമ്മൾ ഇൻഫോമിലേക്ക് മാറ്റുവാണെങ്കിൽ ക്യാൻ യു ഫിക്സ് ദ ലൈറ്റ് ഇൻ ദ കിച്ചൺ സോ ഐ ഡോണ്ട് ഹാവ് എനി ആക്സിഡന്റ്. കണ്ടോ, ക്യാൻ യു, നമ്മൾ നേരിട്ട് ഒരു ലെറ്ററാണ് എഴുതുന്നതിൽ പോലും നേരിട്ട് സംസാരിക്കുന്ന പോലെയാണ് ആ ലെറ്ററിന്റെ സ്റ്റൈൽ വരുന്നത്. അപ്പൊ ഈ ഒരു ടോൺ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വ്യത്യസ്തമായ ടോണുകളാണ് ഫോമൽ ലെറ്ററിനുള്ള ടോണ് ഇൻഫോമൽ ലെറ്ററിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇൻഫോമൽ ലെറ്ററിന്റെ ടോൺ ഒരിക്കലും തന്നെ ഫോമൽ ലെറ്ററിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാനും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ടോണിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഫോമൽ ലെറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റിക്വസ്റ്റ് എന്നാണ്, എന്നാൽ ഇൻഫോമൽ ലെറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആസ്ക് എന്നാണ്. പർച്ചേസ് ബൈ ആയി മാറും, കുഡ് ക്യാൻ ആയി മാറും, വുഡ് വിൽ ആയിട്ട് മാറും. അറ്റ് യുവർ ഏർലി കൺവീനിയൻറ്റ് എന്നുള്ളത് വെൻ യു ആർ ഫ്രീ എന്നാകും. റെസ്പോണ്ട് എന്നുള്ളത് റൈറ്റ് ബാക്ക് അല്ലെങ്കിൽ റീപ്ലേ എന്നൊക്കെ ആകും. കനോട്ട് എന്നുള്ളത് കാൺട്ട് എന്നാകും. ഓക്കെ, അതേപോലെ തന്നെ യു ആർ സിൻസിയർ, അത് യു ആർ സിൻസിയർലി, യു ആർ ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ പറയുന്നത് എന്തായി മാറും, വിത്ത് ലവ്, വിത്ത് റിഗാർഡ്സ്,
ബെസ്റ്റ് വിഷസ് എന്ന രൂപത്തിലേക്ക് മാറും. അത് ഫൈനൽ മെസ്സേജാണ്. അതേപോലെ തന്നെ ഫർദർ മോർ ഓവർ എന്ന് പറയുന്നതൊക്കെ റീപ്ലേസ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ എന്ന് പറയുന്ന ഇൻഫോർമൽ വേർഡുമായിട്ടായിരിക്കും. കെൻ ഐ സജസ്റ്റ് എന്ന് പറയുന്നതിന് കെൻ ഐ ടെൽ യു എന്ന രൂപത്തിലേക്ക് മാറും. ആസ് യു ഡിസ്ക്രൈബ് അബവ് എന്ന ഇൻഫോർമൽ സ്റ്റൈലിനെ നമ്മൾ ഇൻഫോർമലിലേക്ക് മാറ്റുവാണെങ്കിൽ ആസ് ഐ മെൻഷൻ ബിഫോർ എന്ന രൂപത്തിലേക്കാകും. ഇതാണ് ഇതിലെ ഒരു ടോണിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സല്യൂട്ടേഷൻ മെസ്സേജും ക്ലോസിംഗ് മെസ്സേജും. സല്യൂട്ടേഷൻ മെസ്സേജ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻഫോർമൽ ടോണാണ് വരുന്നത് എങ്കിൽ നമ്മളവിടെ ഡിയർ ജോൺ, ഡിയർ പീറ്റർ എന്നാണ് കൊടുക്കുക. അതേപോലെ അതിൻ്റെ ക്ലോസിംഗ് മെസ്സേജ് എന്ന് പറയുന്നത് ബെസ്റ്റ് വിഷസ്, വിത്ത് റിഗാർഡ്സ്, വിത്ത് ലവിംഗ്ലി എന്ന രൂപത്തിലേക്കായിരിക്കും വരിക. എന്നാൽ ഫോർമലിന്റെ ടോൺ എന്ന് പറയുന്നത് ഡിയർ സർ, ഡിയർ മാഡം എന്ന രൂപത്തിലേക്കാണ് അതിൻ്റെ ലെറ്റർ തുടങ്ങുക തന്നെ ചെയ്യുക, സല്യൂട്ടേഷൻ മെസ്സേജ് വെച്ചുകൊണ്ട് തുടങ്ങേണ്ടത്. എന്നാൽ അതിൻ്റെ ഫൈനൽ മെസ്സേജ്, ക്ലോസിംഗ് മെസ്സേജ് വന്നിട്ട് യു ആർ ഫെയ്ത്ത്ഫുള്ളി, യു ആർ സിൻസിയർലി, യു ഒബീഡിയൻ്റ്ലി എന്നൊക്കെ രൂപത്തിലേക്കായിരിക്കും അതിൻ്റെ ക്ലോസിംഗ് മെസ്സേജും വരിക. ഈ ഒരു ഡിഫറൻസും കൂടെ നമ്മൾ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്. ഇനി വരുന്നത് ബുള്ളറ്റ് പോയിന്റ്സ് ആണ്. ബുള്ളറ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലെറ്ററിൻ്റെ ടോപ്പിക് ഉണ്ടാകും, അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു 3 സിറ്റുവേഷൻസ് പറയുന്ന ഇതുണ്ടാവും. സിറ്റുവേഷൻസ് പറയും, ആർക്ക് കത്തെഴുതുന്നു എന്നുള്ളതുണ്ടാകും, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ആ കത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നും ഉണ്ടാവും. ഇങ്ങനെ 3 കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ 3 കാര്യങ്ങളും നമ്മുടെ ലെറ്ററിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതാണ് ആ ബുള്ളറ്റ് പോയിന്റ്സിനെ ഇൻക്ലൂഡേറ്റ് ചെയ്യൽ വളരെ അത്യാവശ്യമാണ്. അത് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ലെറ്റർ ഇൻവാലിഡ് ആണ്, ചിലപ്പോൾ മാർക്ക് നന്നായിട്ട് കുറയും. ഇനി സ്ട്രക്ചർ അഥവാ ഫോർമാറ്റ് ഓഫ് ദ ലെറ്റർ. ഫോർമാറ്റ് ഓഫ് ദ ലെറ്റർ എന്ന് പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട ഫോർമാറ്റ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഒന്നാമത്തെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഗ്രീറ്റിംഗ് മെസ്സേജ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഡിയർ സർ, ഡിയർ മാഡം, അതിനെയാണ് ഈ സല്യൂട്ടേഷൻ മെസ്സേജ് എന്ന് പറയുന്നത്. ഡിയർ സർ ഓർ മാഡം, അല്ലെങ്കിൽ ഡിയർ ജോൺ, ഡിയർ സ്മിത്ത്, ഡിയർ പീറ്റർ, ഡിയർ അഞ്ജു, ഇതൊക്കെയാണ് പിന്നെ ഗ്രീറ്റിംഗ് സല്യൂട്ടേഷൻ മെസ്സേജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് മെയിൻ ബോഡി പാർട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മെയിൻ ബോഡി പാർട്ടിൽ പെടുന്നത് ഒന്ന് പർപ്പസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ആ ബുള്ളറ്റ് പോയിന്റ്സ് അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ബുള്ളറ്റ് പോയിന്റ്സിന്റെ കൂടെ കൺക്ലൂഷൻ മെസ്സേജും ഉണ്ടായിരിക്കണം. കൺക്ലൂഷൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ഫോർവേഡ് ടു സീ യു സൂൺ, അതാണ് കൺക്ലൂഷൻ മെസ്സേജ് എന്ന് പറയുന്നത്. എൻഡിങ് മെസ്സേജ് എന്നും അതിനെ പറയും. താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. ഫോർമൽ ലെറ്ററിലാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. ഐ ലുക്കിംഗ് ഫോർവേഡ് ടു റിസീവ് യുവർ പ്രോംപ്റ്റ് റെസ്പോണ്ട്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു റിസീവ് യുവർ പ്രോംപ്റ്റ് റെസ്പോണ്ട്. അത് ഇതിനകത്ത് പെടുന്നതാണ്. അതേപോലെ തന്നെ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇൻ ദിസ് റിഗാർഡ്സ്. ഇതൊക്കെ ക്ലോസിംഗ് മെസ്സേജ് പെടും. അപ്പോൾ ബോഡി പാർട്ടിൽ വരേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് പർപ്പസ് ഉണ്ടായിരിക്കണം, രണ്ടാമത്തത് 3 ബുള്ളറ്റ് പോയിന്റ്സുകൾ ഉണ്ടായിരിക്കണം, 3 ബുള്ളറ്റ് പോയിന്റ്സുകൾ നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കണം. പിന്നെ നാലാമതായിട്ട് വരുന്നത് കൺക്ലൂഷൻ ലെറ്റർ കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ക്ലോസിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് വിഷസ് വിത്ത് റിഗാർഡ്സ്, അതാണ് ഈ ക്ലോസിംഗ് മെസ്സേജ് എന്ന് പറയുന്നത്. ക്ലോസിംഗ് മെസ്സേജ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് റിഗാർഡ്സ് വിത്ത് ലവിംഗ്ലി അതും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ പേരും ഉണ്ടായിരിക്കണം, താഴെ എഴുതുന്ന ആളുടെ പേരും ഉണ്ടായിരിക്കണം. ഒന്നാമത്തത് ദ പേർപ്പസ് ഓഫ് ദ ലെറ്റർ, രണ്ടാമത്തത് ബുള്ളറ്റ് പോയിന്റ്സുകൾ, മൂന്നാമത്തത് ക്ലോസിംഗ് മെസ്സേജ്. മറന്നു പോകരുത്. ഒന്നാമത്തത് എന്താണ്? പർപ്പസ് ഓഫ് ദ ലെറ്റർ. രണ്ടാമത്തത് ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തതോ ബോഡി പാരഗ്രാഫാ. അടിപൊളി. എന്താ പേര്? ബോഡി പാരഗ്രാഫ് അല്ല, ക്ലോസിംഗ് മെസ്സേജ് അല്ല, കൺക്ലൂഷൻ മെസ്സേജ് എന്ന് പറഞ്ഞാല് hope you see you soon, looking forward to see you soon, looking forward for your immediate response. ഇതൊക്കെ പറയുന്നതാണ്. അത് ഞാൻ അയച്ചിട്ടുണ്ട്. അതങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു നോക്കുക.
അതിൻ്റെ യൂസേജസ് നമ്മൾ നല്ലപോലെ ഉപയോഗിക്കുകയും വേണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ വരേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്നത് ക്ലോസിംഗ് മെസ്സേജ് ആണ്. ക്ലോസിംഗ് മെസ്സേജിൽ വരേണ്ടത് നെയിം, അതേപോലെ തന്നെ വിത്ത് ബെസ്റ്റ് വിഷസ്, ബെസ്റ്റ് റിഗാർഡ്സ്, അതാണ് വരേണ്ടത്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവർ സിൻസിയർലി, വിത്ത് ബെസ്റ്റ് വിഷസ്, വിത്ത് ലവ്, ഇതൊക്കെയാണ് ക്ലോസിംഗ് മെസ്സേജ് വരേണ്ടത്. അതാണ് ലാസ്റ്റ്. അപ്പം 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ബിഗിനിങ് ഓഫ് ദ ലെറ്റർ അല്ലേ, അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് മെസ്സേജ്, സല്യൂട്ടേഷൻ മെസ്സേജ് അത് ഉണ്ടായിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് മെയിൻ ബോഡി പാർട്ടാണ്. മെയിൻ ബോഡി പാർട്ടിൽ 3 കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് വരേണ്ടത്. ഒന്ന് പർപ്പസ് ഓഫ് ദ ലെറ്റർ, ബുള്ളറ്റ് പോയിന്റ്സ്, ക്ലോസിംഗ് മെസ്സേജ്, കൺക്ലൂഡിംഗ് ലെറ്റർ, കൺക്ലൂഡിംഗ് മെസ്സേജ് ആണ് അവിടെ വേണ്ടത്. മൂന്നാമതായിട്ട് വരേണ്ടത് ക്ലോസിംഗ് മെസ്സേജ് ആണ്. ക്ലോസിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ യുവർ സിൻസിയർലി, യുവർ ഫെയ്ത്ത്ഫുള്ളി, വിത്ത് ബെസ്റ്റ് വിഷസ്, കൈൻഡ് ഓർ റിഗാർഡ്സ്, വിത്ത് ലവിംഗ്ലി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വേണ്ടത്. ഇതാണ് ഈ 3 കാര്യങ്ങൾ, 3 കാര്യങ്ങളാണ് ഈ സ്ട്രക്ചറിൽ നമ്മൾ ഉൾപ്പെടുത്തി എഴുതേണ്ടത്. ഏകദേശം മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് കുറച്ച് വൊക്കാബ് യൂസേജസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ബിഗിനിങ് യൂസേജസ് അത് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പം ഷെയർ ചെയ്യാം, ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യാം.